ബന്ദികളാക്കിയവരിൽ 3 ഇന്ത്യക്കാർ ഉണ്ടെന്നും അതിൽ ഒരാൾ കോഴിക്കോട് സ്വദേശിയായ ആഷിഖ് ആണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഭീകരവാദികൾ ആരെന്നോ അവരുടെ ആവശ്യം എന്തെന്നോ വ്യക്തമായിട്ടില്ല. സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അഫ്ഗാൻ ഗവൺമെന്റുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് നിഗമനം. കടത്തപ്പെട്ട ബസ് ആരുടേതെന്നോ കടത്തിയവർ ആരെന്നോ ഉള്ള വിശദാംശങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇതേപ്പറ്റി കേന്ദ്രത്തിന് ഔദ്യോഗികമായ അറിയിപ്പുകൾ ഒന്നും ഒരു രീതിയിലും ബാധിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി. അഫ്ഗാനിസ്ഥാനിൽ ബസ് കടത്തിയതിനെ വിദേശകാര്യ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നിഗമനം. ഇന്ത്യക്കാരെ രക്ഷിക്കാൻ കേന്ദ്രമന്ത്രി കാര്യാലയം അഫ്ഗാൻ ഗവൺമെന്റുമായി ചർച്ചയിലാണെന്ന് സർക്കാർ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി. അതിന് പിടിച്ചു വച്ചിരിക്കുന്നത് അഫ്ഗാൻ ഗവൺമെന്റ് അല്ലല്ലോ, പുങ്കവന്മാരുടെ ഒരു ഗീർവാണം. ഇവന്മാരെയൊക്കെ എന്തു പറയാൻ, കഷ്ടം. എന്നാ പിന്നെ താൻ പോയി അഫ്ഗാൻ തീവ്രവാദികളോട് സംസാരിക്കണോ? ഇതൊക്കെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്ത കാര്യങ്ങളല്ലേ. ദേ മാഷ് വരുന്നു. എന്തേലും വിവരം കിട്ടിയോ മാഷേ? ഇല്ലെന്നേ, ഞാൻ ഇപ്പം കൂടി കമ്പനിയിലേക്ക് ഫോൺ ചെയ്തിട്ടാ വരുന്നേ. ആടെ ആരും ഫോൺ എടുക്കുന്നില്ല. ആ, ഇന്റെ കൈയും കാലും കൊയങ്ങുന്നു. എന്നാൽ നമ്മുടെ ആശയ്ക്ക് ഇതിൽ പോയി പെട്ടല്ലോ. മാഷേ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വഴി MLA വല്ല മന്ത്രിമാരെ പിടിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ? ഒരു പ്രസിഡന്റ് നടന്നു തന്നെ, വേറെ പണിയില്ലേ പോറ്റി. നമ്മുടെ പപ്പൻ ചേട്ടനാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇപ്പൊ കേന്ദ്രം വരെ എത്തിയിട്ടുണ്ടാവും. എന്താ പിന്നെ താൻ പാപ്പൻ ചേട്ടൻ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കേ, ഒന്ന് അങ്ങനെയും പോട്ടെ. 3 വർഷമായില്ലേ പറഞ്ഞിട്ട് നിങ്ങൾ കട്ടുമുടിക്കാനല്ലാതെ ഈ 3 വർഷം എന്താ ചെയ്തിട്ടുള്ളത്? ഉള്ള കാര്യം പറയുമ്പോ വിക്കിട്ട് കയറാൻ വന്നേക്കുന്നത് കേട്ടോ. നിങ്ങളുടെ രാഷ്ട്രീയ ബലം ചർച്ച ചെയ്യാനുള്ള സമയമല്ലേ ഇത്? മാഷ് വിഷമിക്കാണ്ടിരിക്കേ, 2 ദിവസം കൊണ്ട് എല്ലാം ശരിയാവും. നമ്മുടെ ആൾക്കാരെ പിടിച്ചു വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് ചുമ്മാ ഇരിക്കുമോ? അല്ല, അതവന്മാർക്കും അറിയാം. മാഷിരിക്കെ, ഞാൻ ഒരു ചായ എടുക്കാം. വേണ്ട പോറ്റി. ഞാൻ ആ പ്രസിഡന്റിനെ ഒന്നുകൂടി കണ്ട് ആ MLAയോ മന്ത്രിയെയോ ഒന്നുകൂടി വിളിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ മാഷിന്റെ അവസ്ഥ നിങ്ങൾക്കാർക്കും പറഞ്ഞ് മനസ്സിലാകില്ല. ഗവൺമെന്റ് അനാസ്ഥക്കെതിരെ ഇന്ന് തന്നെ ഒരു പ്രതിഷേധ സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നാണ് എന്റെ അഭിപ്രായം. എന്നിട്ട് വലിയൊരു ഫോട്ടോ എടുത്തിട്ട് പത്രത്തിലിട്. അഫ്ഗാൻ തീവ്രവാദികൾ ആ 3 പേര് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ കയ്യിലാ തരും. ഒന്ന് പോടാ, ചുമ്മാ വാളുകളെ പറയാൻ വെറുതെ ആവശ്യമില്ല. വല്ല വിവരവും കിട്ടിയോ മാഷേ? ഇല്ല. ഇവിടെ പ്രസിഡന്റ് MLA ആയിട്ട് സംസാരിച്ചു. ഉടനെ കാര്യങ്ങൾ അന്വേഷിച്ച് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. കമ്പനിയിലേക്ക് എത്ര വിളിച്ചിട്ടും ആരും ഫോൺ എടുക്കുന്നില്ല. എന്തായി? MLA നേരിട്ട് കണ്ടു,
തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. 1/2 മണിക്കൂറിനുള്ളിൽ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കുമായിരിക്കും മാഷേ. എന്നാലോ കമ്പനിക്കാർ ആരെയാലും എന്തേലും ഒരു വിവരം അറിയിക്കണ്ടേ? നമ്മളെ വിഷമം അവിടെ ഇരിക്കുന്നവർക്ക് അറിയോ? ആ അവരും വന്നു. ഇവരിപ്പോ എന്തിനാ മാഷേ? ഞങ്ങൾ ഇന്ത്യാനെറ്റ് ചാനലിൽ നിന്നാണ് വരുന്നത്. ഭീകരവാദികൾ ബന്ദികളാക്കിയവരിൽ താങ്കളുടെ മകനും പെട്ടിട്ടുണ്ടെന്ന് അറിയുവാൻ കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ മോനെ മാത്രമല്ല, പിടിച്ചു വെച്ചേക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തണം. എന്താ കഴിയോ നിങ്ങൾക്ക്? ഈടെ തീ തിന്ന് കഴിയുന്ന ഒരു കുടുംബമുണ്ട്. ഇപ്പൊ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദയവ് ചെയ്ത് കാര്യങ്ങൾ വലുതാക്കാണ്ട് നിങ്ങൾ ഇവിടുന്ന് പോണം. ഞങ്ങൾക്ക് ആർക്കും ടിവിയിലും പരസ്യത്തിലും ഒന്നും വരണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോണം. പ്ലീസ് പോ പോ. അതെ MLA. ഹലോ. ആ സാർ. ആണോ സാറേ? സന്തോഷായി. ഞാൻ മാഷിൻ്റെ പുറകെ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ പറയാം. ശരിയാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോഴേ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ MLA ആണ് വിളിച്ചതേ. ഭീകരവാദികൾ പിടിച്ചു വെച്ച് എല്ലാവരെയും വെറുതെ വിട്ടുന്നു. ഇനി ആകെ 2-3 പേര് കൂടി ഉള്ളൂന്ന്. അൽഹംദുലില്ലാ. മാഷേ ദേ ഇപ്പൊ ഇംഗ്ലീഷ് ന്യൂസ് പറഞ്ഞേ ഉള്ളൂ. 3 പേരെ ഒഴിച്ച് ബാക്കി എല്ലാരും വിട്ടൂന്ന്. അപ്പോ ഭീകരവാദിയോട് MLA നേരിട്ട് സംസാരിച്ചിട്ടുണ്ടാവല്ലേ? എന്താടോ കാര്യം നടന്നില്ലേ അല്ലേ? മാഷ് സമാധാനായിട്ടിരിക്കും മാഷേ. ഇന്ത്യക്കാരെയൊന്നും അവന്മാര് പിടിച്ചു വെക്കൂല. മാഷ് നോക്കിക്കോ, കുറച്ച് നേരം കഴിയുമ്പോൾ നിസാറിന്റെ ബൂത്തിലേക്ക് ആഷിക്കിന്റെ ഫോൺ വരും. സമാധാനായിട്ടിരിക്കും മാഷേ. നീ എന്തെങ്കിലും ഒന്ന് കഴിക്കുമോളെ? ഇന്നലെ രാത്രിയിലും ഒന്നും കഴിച്ചില്ലല്ലോ. വേണ്ട, മാഷ് വരട്ടെ. മാഷ് വരും. എന്റെ പൊന്നുമോളല്ലേ, ഇത്തിരി ചോറുന്ന്. അത് നമ്മുടെ കളക്ടർ സാറിനെ കാണാമല്ലോ. ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം. സാറിൻ്റെ എവിടെ? നല്ല മുഖപരിചയം. ഞാനിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്റെ ഓഫീസിലൊക്കെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് സാർ. ഇന്ന് നമ്മുടെ ടിവിയിലൊക്കെ ന്യൂസ് വന്ന ആഷിക്കില്ലേ, അദ്ദേഹത്തിന്റെ വീട് ഇത് തന്നെ. ആഷിക്കിന്റെ വാപ്പയാണ് ദേ നിക്കുന്നത്. മാഷേ, റിട്ടയർഡ് സ്കൂൾ മാഷാ. മാഷിനെ ഒന്ന് കാണാൻ വന്നതാ. ആഷിക്കിന്റെ ബാപ്പയാണല്ലേ? അതെ സാർ, അകത്തേക്കിരിക്കാം. ഇറ്റ്സ് ഓക്കെ. ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം നേരിട്ട് വന്നതാണ്. എന്താ സാർ? ഈ ടിവിയും പത്രവാർത്തയൊക്കെ കണ്ടു കാണുമല്ലോ. ഇതിന്റെ പേരിൽ പത്രക്കാരും ടിവിക്കാരും ഒക്കെ ഇവിടെ വരും. കാര്യങ്ങളുടെ സത്യാവസ്ഥ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതുവരെ അവരോട് ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കരുത്. ഇല്ല സാർ. കേന്ദ്രം നേരിട്ടിടപെട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കും. സന്തോഷം. ഇവിടെ പ്രശ്നമൊന്നുമില്ല സാർ. പിടിച്ചു വെച്ചേക്കുന്ന മിക്കവരെയും വിട്ടൂന്നാ ന്യൂസ്. അത് ശരിയാണ്. കാര്യങ്ങളൊക്കെ അണ്ടർ കൺട്രോളിലുമാണ്. എന്നാലും നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അവന്മാർ പിടിച്ചു വെച്ചിരിക്കുന്ന 3 പേരിൽ നിങ്ങളുടെ മകനും ഉണ്ട്. എന്റെ പൊന്നു സാറേ, അവൻ എന്ത് കുറ്റം ചെയ്തിട്ടാ സാറേ? മാഷ് പേടിക്കാതെ. ഇത് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ടുള്ള പ്രശ്നമാണ്. ഉടനെ തന്നെ അവരെ റിലീസ് ചെയ്യിപ്പിക്കും. എന്റെ പ്രസിഡന്റ്, ഞാനിത് എങ്ങനെ ഷൈനിമോളോട് പോയി പറയും? ഒന്ന് സമാധാനായിട്ടിരിക്കേ. മാഷെ, എനിക്ക് നിങ്ങളുടെ ടെൻഷൻ മനസ്സിലാവുന്നുണ്ട്. എല്ലാം ശരിയാവും. ധൈര്യമായിട്ടിരിക്കേ. പ്രസിഡന്റ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ സാർ. ശരി സാർ. വാ മാഷ് വാ. പ്രസിഡന്റ്, 1 മിനിറ്റ്. മാഷല്ലേ, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാം. എന്താ സാർ? ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ ഇവിടെ ആരെയും അറിയിക്കണ്ട. കാര്യങ്ങൾ അല്പം സീരിയസ് ആണ്.
കുറച്ച് നാൾ For more updates, like, comment, subscribe to our channel.